നമസ്കാരം. ഏകദേശം 32 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓർമ്മയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അന്ന് ഞാൻ കോട്ടയത്ത് പത്ര ഓഫീസിലെ ജോലി കഴിഞ്ഞ് രാത്രി 2 മണിക്ക് പുറത്തിറങ്ങി ഡ്യൂട്ടി കാർഡ് പഞ്ച് ചെയ്യാൻ ടൈം ഓഫീസിലേക്ക് നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരാൾ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചു. ഫോൺ കോൾ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ തിരികെ നടന്നു റിസപ്ഷനിലെത്തി ഫോൺ എടുത്തു. ഹലോ പറഞ്ഞു. എൻ്റെ സുഹൃത്ത് മോഹനാണ് വിളിച്ചത്. സാൻഡോ, നമ്മുടെ പൊടിമോൻ എന്ന് മറുപടി. പിന്നെയൊന്നും മോഹനൻ ശബ്ദിച്ചില്ല. ഞാൻ ചോദിക്കുന്നതിന് മറുപടി മോഹനൻ്റെ വിലാപമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ എനിക്കും ഏറെ വേദനയുണ്ടാക്കി. ഞങ്ങളുടെ നാട്ടിലെ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകനും കോളേജ് വിദ്യാർത്ഥിയുമായിരുന്ന പൊടിമോൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്ന് ചികിത്സയിലാണ്. ഓരോ ദിവസവും ഞാൻ പോയി വിവരങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്കെത്താറ്. അത് ഞങ്ങളുടെ നാടിന് വലിയൊരു നൊമ്പരമായി അങ്ങനെ നിലനിൽക്കുകയാണ്. എത്ര ചോദിച്ചിട്ടും മോഹനൻ മറുപടി പറയാതെ കരയുകയാണ്. പെട്ടെന്ന് ഞാനും 3 സുഹൃത്തുക്കളും മെഡിക്കൽ കോളേജിലേക്ക് യാത്ര പുറപ്പെട്ടു. പൊടിമോന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഞങ്ങളുടെ യാത്ര, പ്രത്യേകിച്ച് എൻ്റെ യാത്ര. പഠിക്കാൻ സമർത്ഥനും പഠിക്കുന്ന കോളേജിലെ ഗായകനുമാണ് ഞങ്ങളുടെ നാടിൻ്റെ കണ്ണുനീരായ പൊടിമോൻ. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പൊടിമോൻ നാട്ടുകാരായ ഞങ്ങൾക്കും പൊടിമോൻ തന്നെ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾ ആശുപത്രിയിൽ എത്തുമ്പോൾ ബോഡി ഡ്രസ് ചെയ്യുകയാണ് ഡോക്ടർമാർ. കൊച്ചുമകൻ്റെ വേർപാടിൽ നൊന്ത് വിലപിക്കുന്ന മാതാവും ബന്ധുവായ മോഹനും മാത്രം ചാരത്ത്. അന്ന് അപൂർവം വീടിലാണ് ഫോൺ സൗകര്യമുള്ളത്. നാട്ടിലുള്ള ഒരു നമ്പർ മാത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ വിളിച്ച് വിവരം കൈമാറാൻ അവരോട് പറഞ്ഞു. ബാക്കി നടപടികൾ ആശുപത്രിയിൽ പുരോഗമിച്ചു. കവീറിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ രാത്രിയും ഉറക്കവും വകവയ്ക്കാതെ ഒരു ദേശം ഒന്നാകെ ഇളകി മറിയുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. പ്രിയങ്കരനായ ബാലൻ്റെ അകാല വിയോഗം വീട്ടുകാർക്കൊപ്പം ദേശത്തിനും കണ്ണീരോർമ്മയായി. കൂനിന്മേൽ കുരുവെന്ന നമ്മുടെ ഒരു പഴയ ചൊല്ലുണ്ടല്ലോ. 3 പതിറ്റാണ്ടിപ്പുറം ഈ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ അയൽവാസികളായ 2 യൗവനക്കാർ അപ്രതീക്ഷിതമായി വാഹനാപകടത്തിൽ വിട പറഞ്ഞു. വാർദ്ധക്യത്തിലോ അതിനു മുൻപോ വിട പറയുന്ന മാതാപിതാക്കൾക്ക് അന്ത്യകർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ് മനുഷ്യജന്മം. എന്നാൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും കുതുകക്കര ചെയ്യാനുള്ള നിർഭാഗ്യം മാതാപിതാക്കൾക്ക് വന്നു ചേരുക എന്നത് വളരെ ദുഃഖകരമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും വിഴിനീർ എന്ന് തോരുമെന്ന ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്.